നിങ്ങളുടെ ചുറ്റുപാടുമൊന്ന് നോക്കൂ. നിങ്ങളിരിക്കുന്ന വീട്, നിങ്ങളുടെ ജനാലയ്ക്ക് പുറത്തുള്ള റോഡ്, ചക്രവാളത്തിനപ്പുറം നീണ്ടുകിടക്കുന്ന വൈദ്യുതി ലൈനുകൾ, കൃഷിയിടങ്ങൾ, ഫാക്ടറികൾ, വാഹനങ്ങൾ, വിമാനങ്ങൾ, നഗരങ്ങൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അങ്ങനെ നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന മിക്കവാറും എല്ലാം നിലനിൽക്കുന്നത് വെറുമൊരൊറ്റ ജീവിവർഗം കാരണം മാത്രമാണ്. അതായത് നമ്മൾ കാരണം. ഭൂമിയുടെ ചരിത്രത്തിലെ മറ്റേതൊരു ജീവിയേക്കാളും കൂടുതൽ മനുഷ്യരാശി ഈ ഗ്രഹത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നദികളെ പുനർരൂപകൽപ്പന ചെയ്തു, വനങ്ങൾ വെട്ടിമാറ്റി, ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ പറ്റുന്ന തരത്തിൽ ഗംഭീരമായ നഗരങ്ങൾ നിർമ്മിച്ചു, അന്തരീക്ഷത്തിനെ വരെ മാറ്റിമറിച്ചു, ഭൂമിയുടെ ഏകദേശം എല്ലാ കോണുകളിലും നമ്മുടെ വിരലടയാളം പതിപ്പിച്ചു. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലോ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ എവിടെയോ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർക്ക് എന്തോ കാരണത്താൽ പൂർണ്ണമായും വംശനാശം സംഭവിച്ചിരുന്നെങ്കിലോ? എങ്കിൽ മനുഷ്യരാശി ഒരിക്കലും ഭൂമിയിൽ അവതരിക്കില്ലായിരുന്നു. അങ്ങനെ മനുഷ്യരാശി ഇല്ലാത്ത ഭൂമി ഇന്ന് എത്ര വ്യത്യസ്തമായിരുന്നിരിക്കും? മനുഷ്യവർഗം ഒരിക്കലും ഉടലെടുക്കാതിരുന്നെങ്കിൽ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നത് പച്ചപ്പും കാടുകളും പർവ്വതങ്ങളും നദികളുമൊക്കെ ആയിരിക്കും. അതായത് മനുഷ്യ സാന്നിധ്യം അധികമില്ലാത്ത സ്ഥലങ്ങൾ. പക്ഷെ ഇന്ന് ലോകത്തിൽ മനുഷ്യ സ്പർശമേൽക്കാത്ത ഒരു സ്ഥലം കണ്ടെത്തുക എന്നത് ഏകദേശം അസാധ്യമാണ്. മനുഷ്യവാസം പോലുമില്ലാത്ത ഭൂമിയുടെ ഏറ്റവും ഏകാന്തമായ വിദൂര പ്രദേശങ്ങളിൽ ചെന്ന് നോക്കിയാൽ അവിടെയും മനുഷ്യ സാന്നിധ്യത്തിന്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ പ്രകൃതി എന്ന് കരുതുന്ന ഭൂമിയുടെ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ മനുഷ്യനാൽ രൂപാന്തരപ്പെട്ടതാണ്. ഇന്ന് കരയിലെ ഭൂരിഭാഗവും മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കീഴടക്കി വെച്ചിരിക്കുകയാണ്. അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വമ്പൻ സിറ്റികളായിരിക്കും. ഇന്ന് 800 കോടിയിലേറെ മനുഷ്യരുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ ലോകമെമ്പാടും വമ്പൻ നഗരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പണ്ട് വനങ്ങളും പുൽമേടുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ ആയിരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് നമ്മുടെ സിറ്റികളായി മാറിയത്. റോഡുകൾ, കെട്ടിടങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യാവസായിക മേഖലകൾ എന്നിവയ്ക്ക് കീഴിൽ മൊത്തം ആവാസ വ്യവസ്ഥകളാണ് അപ്രത്യക്ഷമായത്. മുഴുവൻ കാടിനെയും വെട്ടി നശിപ്പിച്ച് പുതിയ നഗരങ്ങൾ പണിയാൻ നമുക്ക് ഒരു മടിയുമില്ല. ബഹിരാകാശത്തിൽ നിന്നാൽ പോലും കാണാൻ പറ്റുന്ന തരത്തിൽ ഇന്ന് പല സിറ്റികളും ഭീമാകാരമായി മാറി. ഇതിപ്പോൾ സിറ്റികളുടെ കാര്യം മാത്രമാണ്. ലോകത്തിലെ മൊത്തം ജനസംഖ്യയിൽ 20% പേരും യഥാർത്ഥത്തിൽ റൂറൽ ഏരിയാസിലാണ് ജീവിക്കുന്നത്. കാടുകൾ വെട്ടിത്തെളിച്ച് തന്നെയാണ് ഇവിടെയും മനുഷ്യരെ വീടുകളും മറ്റു കെട്ടിടങ്ങളുമൊക്കെ നിർമ്മിച്ചത്. ഇനി നമ്മൾ കരയിൽ വരുത്തിയ മറ്റൊരു വലിയ മാറ്റമാണ് റോഡുകൾ. എത്ര വിജനമായ സ്ഥലത്തായിരുന്നാലും ഇന്ന് റോഡുകൾ കാണാം. ഘോര വനങ്ങളെ പോലും കീറി മുറിച്ചുകൊണ്ടാണ് റോഡുകൾ പോകുന്നത്. ഒരു ആവാസ വ്യവസ്ഥയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് റോഡുകൾ ചെയ്യുന്നത്. ഒരു കാലത്ത് വിശാലമായ പ്രദേശങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിച്ചിരുന്ന മൃഗങ്ങൾ പെട്ടെന്ന് ഹൈവേകളും വേലികളുമൊക്കെ കാരണം ഒറ്റപ്പെട്ടുപോയി. പല ജീവിവർഗങ്ങൾക്കും ഈ ഒറ്റപ്പെടൽ ആവാസ വ്യവസ്ഥയുടെ നഷ്ടം പോലെ തന്നെ അപകടകരമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനുഷ്യരെല്ലാവരും കൂടെ ഭൂമിയിൽ ജീവിക്കാൻ ഉപയോഗിക്കുന്നത് ആകെ കരയുടെ വെറും 1% താഴെ മാത്രമാണ്. സകല റോഡുകളും നഗരങ്ങളും കെട്ടിടങ്ങളും ഗ്രാമങ്ങളും വീടുകളും ഫാക്ടറികളും അങ്ങനെ മനുഷ്യൻ ഭൗതികമായി നിർമ്മിച്ച സകലവും ഈ ഒരൊറ്റ ശതമാനത്തിൽ വരും. എന്നാൽ കരയിൽ ബാക്കിയുള്ള ഭൂരിഭാഗം സ്ഥലവും യഥാർത്ഥത്തിൽ കൃഷിക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 10,000 വർഷങ്ങളിലേറെയായി നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി വെട്ടിത്തെളിക്കുന്നുണ്ട്. പണ്ട് വനങ്ങളായി കിടന്നിരുന്ന പ്രദേശങ്ങളെല്ലാം ഇന്ന് ഗോതമ്പ് പാടങ്ങൾ, നെൽപ്പാടങ്ങൾ, ചോളപ്പാടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, പാം ഓയിൽ തോട്ടങ്ങൾ, വിശാലമായ കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ പല പല കൃഷിയിടങ്ങളായി മാറി. ഇതിന്റെ കണക്കുകൾ ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. ഗ്ലേഷ്യേഴ്സും മരുഭൂമികളും ഒഴിവാക്കിയാൽ ഇന്ന് കരയിലെ വാസയോഗ്യമായ പ്രദേശങ്ങളിൽ 50% കൂടുതലും നമ്മൾ കൃഷിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി 50% മാത്രമാണ് പ്രകൃതിക്ക്. കൃഷിയിലെ ഒരു വിചിത്രമായ വസ്തുത എന്നത് മനുഷ്യരെ ഉൾപ്പെടുത്താതെ ഇന്ന് കരയിലെ സകല മാമൽസിന്റെയും മൊത്തം ഭാരം കണക്കുകൂട്ടിയാൽ അതിൽ 97% യഥാർത്ഥത്തിൽ വളർത്തുമൃഗങ്ങളുടെ മാത്രം ഭാരമായിരിക്കും. അതുപോലെ ഇന്ന് ഭൂമിയിൽ 10,000-ൽ കൂടുതൽ പക്ഷിവർഗങ്ങളുണ്ട്. എന്നാൽ മൊത്തം പക്ഷികളുടെ ഭാരം നോക്കിയാൽ അതിൽ 70%-ൽ കൂടുതലും വളർത്തു പക്ഷികളുടേതായിരിക്കും. അതിൽ പ്രധാനമായും കോഴികളാണ്. എന്തായാലും കരയെ നമ്മൾ രൂപാന്തരപ്പെടുത്തിയത് കൃഷിയിലൂടെ മാത്രമല്ല, അത് മൈനിങ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഉപയോഗിക്കും. ഇൻ സിറ്റു റിക്കവറി, അണ്ടർഗ്രൗണ്ട് മൈനിങ്, സർഫസ് മൈനിങ് എന്നിങ്ങനെ പല തരത്തിലുള്ള ഖനികളുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള മൈനിങ് ആയിരുന്നാലും അത് പ്രകൃതിയെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മൈനിങ്ങിന് വേണ്ടി വലിയ പർവ്വതങ്ങൾ നശിപ്പിക്കുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ കുഴികൾ ഉണ്ടാക്കുകയും ചെയ്യും.
ചില ഖനികൾ ബഹിരാകാശത്തിൽ നിന്ന് പോലും കാണാൻ കഴിയുന്ന എത്ര വലുതാണ്. യഥാർത്ഥത്തിൽ സ്പേസിൽ നിന്ന് കാണാൻ കഴിയുന്ന മനുഷ്യനിർമ്മിത സവിശേഷതകളിൽ ഏറ്റവും സ്പഷ്ടമായ ഒന്നാണ് ഖനികളും അവയ്ക്ക് ചുറ്റുമുള്ള ഇൻഫ്രാസ്ട്രക്ചറും. അപ്പോൾ തന്നെ ഇത് എത്രമാത്രം ഭീമാകാരമായ ഘടനകളാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. മൈനിങ്ങിന് വേണ്ടി മൊത്തം ഭൂപ്രകൃതികൾ പോലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കൃഷികൾ, നഗരങ്ങൾ, റോഡുകൾ, ഖനികൾ, ഡാമുകൾ, റെയിൽവേകൾ, പവർ ലൈൻസ് മുതലായ മനുഷ്യനിർമ്മിതികൾ കാരണം പുരാതന കാലത്തിൽ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ വ്യാപിച്ചു കിടന്ന പല കാടുകളും ഇന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി. വനങ്ങളും ആവാസ വ്യവസ്ഥകളുമൊക്കെ നശിക്കുമ്പോൾ അതോടൊപ്പം അവിടുത്തെ ജീവിവർഗങ്ങളുമാണ് നശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്തിന്റെ മൊത്തം ഭൂപ്രകൃതിയും ഏകദേശം പൂർണ്ണമായും മനുഷ്യനാൽ രൂപാന്തരപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യരാശി ഉണ്ടാകാതിരുന്നെങ്കിൽ കരയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു? പ്രത്യക്ഷത്തിൽ ഏറ്റവും പ്രധാന വ്യത്യാസം നമ്മുടെ ഭൗതിക നിർമ്മിതികളാണ്. മനുഷ്യരില്ലാതെ സിറ്റികളും റോഡുകളും കെട്ടിടങ്ങളും വീടുകളും അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകില്ല. കൊച്ചിയും ന്യൂയോർക്കും ലണ്ടനും മുംബൈയും പാരീസും ഒന്നുമില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊന്നും പേര് പോലും കാണില്ല. ഇതെല്ലാത്തിന്റെയും സ്ഥാനത്ത് വനങ്ങളായിരിക്കും. അനന്തമായി കിടക്കുന്ന സിറ്റികൾക്കും ഫാക്ടറികൾക്കും പകരം ഇന്ന് മഴക്കാടുകളും പുൽപ്രദേശങ്ങളുമൊക്കെ കാണാമായിരുന്നു. മനോഹരമായ പർവ്വതങ്ങളെ അലങ്കോലപ്പെടുത്താൻ റോഡുകളില്ല. കർഷകരില്ലാതെ കൃഷിസ്ഥലങ്ങളും കാണില്ല. ഗോതമ്പ് പാടങ്ങൾ, നെൽപ്പാടങ്ങൾ, തോട്ടങ്ങൾ, കന്നുകാലി വളർത്തു കേന്ദ്രങ്ങൾ, അങ്ങനെ ഒരു കൃഷിയുമില്ല. ഈ സ്ഥലങ്ങളെല്ലാം വനങ്ങളായിട്ട് തന്നെ കിടക്കും. മനുഷ്യർക്ക് പകരം വികസനം സംഭവിക്കുന്നത് മഴക്കാടുകൾക്കായിരിക്കും. കേരളത്തിന്റെ 80 മുതൽ 90% ഇടതൂർന്ന മഴക്കാടുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കും. ഇതുപോലെ ഭൂമിയുടെ നല്ലൊരു ശതമാനവും പച്ചപ്പ് കൊണ്ട് നിറയും. നദികളിലും വലിയ മാറ്റങ്ങൾ വന്നേനെ. മനുഷ്യരില്ലാതെ ഭീമാകാരമായ ഡാമുകൾ കാണില്ല. ഡാംസ് ഇല്ലാതെ താഴ്വരകളെ വെള്ളത്തിലാഴ്ത്തുന്ന വലിയ ജലസംഭരണികളുമില്ല. അനന്തരഫലമായി ഇന്നത്തെ ഒട്ടുമിക്ക നദികളും കവിഞ്ഞൊഴുകും. വമ്പൻ ഡാമുകൾ കാരണം പല നദികളും അപ്രത്യക്ഷമായിട്ടുണ്ട്. അതെല്ലാം ഇന്നും നിലനിന്നേനെ. അപ്പോൾ ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ നദികൾ കാണപ്പെടും. ഈ നദികളെല്ലാം വളരെ വലുതുമായിരിക്കും. നദികൾ വളരുമ്പോൾ നദികളിലെ ആവാസ വ്യവസ്ഥയും സമ്പന്നമാകും. അത് കാരണം നദികളിലെ ജീവജാലങ്ങളൊക്കെ കൂടുതൽ വൈവിധ്യമായി പരിണമിക്കും. അങ്ങനെ ഇന്ന് കൂടുതൽ ഫ്രഷ് വാട്ടർ ജീവിവർഗങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഏതെങ്കിലും മലമുകളിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത് റോഡുകളും അകലെയുള്ള കെട്ടിടങ്ങളുമൊക്കെ ആയിരിക്കും. എന്നാൽ മനുഷ്യരില്ലായിരുന്നെങ്കിൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മനോഹരമായ നദികൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും അവസാനമില്ലാത്ത പച്ചപ്പ് മാത്രം. സകല സ്ഥലങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇന്ന് കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നേനെ. ഇതിപ്പോൾ കരയുടെ കാര്യം മാത്രമാണ്. സമുദ്രങ്ങളിൽ ഇതിനേക്കാൾ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. കാരണം മനുഷ്യവർഗം ഭൂപ്രകൃതിയെ കാര്യമായി പുനർനിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയുടെ സമുദ്രങ്ങളിൽ നമ്മുടെ സ്വാധീനം ഇതിലും വലുതാണ്. മനുഷ്യന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് കരയിലാണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ആഘാതങ്ങൾ മറഞ്ഞിരിക്കുന്നത് സമുദ്രങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലുമാണ്. അനന്തമായ സാഗരങ്ങളും ആഴമേറിയ നദികളും മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അകലെയാണെന്ന് തോന്നും. പക്ഷേ സത്യാവസ്ഥ നേരെ വിപരീതമാണ്. പുരാതന കാലം മുതൽ മനുഷ്യരാശി ജലസ്രോതസ്സുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കുടിക്കാൻ, പാചകം ചെയ്യാൻ, കൃഷി ചെയ്യാൻ, മീൻ പിടിക്കാൻ, സഞ്ചരിക്കാൻ, അങ്ങനെ എല്ലാത്തിനും നമുക്ക് ചെറുതും വലുതുമായ ജലസ്രോതസ്സുകൾ ആവശ്യമാണ്. ഇന്ന് ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ കോണുകളിലും കൊമേഴ്ഷ്യൽ മത്സ്യബന്ധനമുണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന കൂറ്റൻ വ്യാവസായിക കപ്പലുകൾക്ക് വലിയ മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്താനും അവയെല്ലാം വൻതോതിൽ ഒരുമിച്ച് പിടികൂടാനും കഴിയും. അത് കാരണം ഇപ്പോൾ പലയിടത്തും അമിതമായിട്ടാണ് മീൻപിടുത്തം നടക്കുന്നത്. ചില മത്സ്യബന്ധന രീതികളിൽ പടുകൂറ്റൻ വലകൾ കടലിന്റെ അടിത്തട്ടിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഇത് കാരണം അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥകളൊക്കെ നശിക്കുന്നത് പതിവാണ്. മിക്കവാറും സമയങ്ങളിലും ഉദ്ദേശിക്കാത്ത ജീവികളെയും അബദ്ധത്തിൽ പിടികൂടും. ഇതൊക്കെ കാരണം പല സമുദ്രജീവി വർഗങ്ങളും ഇന്ന് വംശനാശത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അമിതമായ മത്സ്യബന്ധനത്തിന് പുറമെ ജലസ്രോതസ്സുകളെയൊക്കെ നമ്മളിന്ന് കാര്യമായി മലിനമാക്കുകയും ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് ടൺ അളവിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഓരോ വർഷവും നദികളിലും തടാകങ്ങളിലും സമുദ്രങ്ങളിലുമായിട്ട് കൊണ്ടു തട്ടുന്നത്. ഭൂമിയിൽ മനുഷ്യൻ എത്തിപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ള മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിൽ പോലും ഇന്ന് പ്ലാസ്റ്റിക് കാണാൻ കഴിയും. പക്ഷേ പ്ലാസ്റ്റിക് വെറും ഒരു തരത്തിലുള്ള മാലിന്യം മാത്രമാണ്. ഫാക്ടറികളിൽ നിന്നുമുള്ള മലിനജലം, ഓയിൽ സ്പിൽസ്, കെമിക്കൽ മാലിന്യങ്ങൾ, മറ്റ് ടോക്സിക് വേസ്റ്റുകൾ, അങ്ങനെ പല തരത്തിലുള്ള മാലിന്യങ്ങളും പതിവായി മനുഷ്യര് ജലസ്രോതസ്സുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. സമുദ്രത്തിലെ സകല ആവാസ വ്യവസ്ഥകളും ഈ മാലിന്യങ്ങൾ കാരണം കാര്യമായി ബാധിക്കപ്പെടുകയാണ്.
പക്ഷേ ഇതിനേക്കാളുമൊക്കെ വലിയൊരു പ്രശ്നമാണ് സമുദ്രത്തിലെ നോയിസ് പൊല്യൂഷൻ. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമുദ്രജീവികൾക്ക് കാഴ്ചശക്തിയേക്കാൾ ഒരുപാട് പ്രധാനമാണ് കേൾവിശക്തി. കാരണം പ്രകാശത്തിന് അധികം ആഴത്തിൽ പോകാൻ സാധിക്കില്ല. അതിനാൽ വെള്ളത്തിനടിയിൽ എത്ര പവർഫുൾ ആയ കണ്ണുകൾ ഉണ്ടായിരുന്നിട്ടും വലിയ കാര്യമില്ല. അപ്പോൾ പിന്നെ ശബ്ദത്തിനെ ആശ്രയിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ എക്കോ ലൊക്കേഷൻ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും നാവിഗേഷൻ ചെയ്യാനും ഇര പിടിക്കാനും അങ്ങനെ എല്ലാത്തിനും ശബ്ദത്തിനെയാണ് സമുദ്രജീവികൾ കൂടുതലും ആശ്രയിക്കുന്നത്. ഇത് കാരണം യഥാർത്ഥത്തിൽ ചില സമുദ്രജീവികൾ പൂർണ്ണമായും അന്ധരുമാണ്. പക്ഷേ കപ്പലുകൾ, ചെറിയ ബോട്ടുകൾ, ടാങ്കേഴ്സ്, സെയ്സ്മിക് എയർ ഗൺസ്, ഡ്രില്ലിംഗ് റിഗ്സ്, സോണാർ സിസ്റ്റംസ് എന്നിങ്ങനെ പല രീതിയിലും മനുഷ്യര് നിരന്തരമായിട്ട് സമുദ്രത്തിൽ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദമലിനീകരണം ചെറിയ സൂക്ഷ്മജീവികൾ മുതൽ ബൃഹത്തായ നീലത്തിമിംഗലങ്ങളെ വരെ ബാധിക്കും. മതത്തിന്റെ പേരിൽ ഉച്ചത്തിൽ ലൗഡ് സ്പീക്കർ വയ്ക്കുന്നത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ പേക്കൂത്ത് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ സഹിച്ചാൽ മതി. എന്നാൽ സമുദ്രജീവികൾ എപ്പോഴും ഇത് കേൾക്കേണ്ടി വരും. അപ്പോൾ അവയ്ക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനി മറ്റൊരു പ്രശ്നമാണ് ഡാംസ്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ, വൈദ്യുതി നിർമ്മിക്കാൻ, ജലം ശേഖരിച്ചു വെക്കാൻ, അങ്ങനെ ഡാമുകൾ കെട്ടിപ്പൊക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കും. മനുഷ്യ നാഗരികതകളുടെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഡാമുകൾ. എന്നാൽ ഈ ഡാമുകൾ നദികളുടെ സ്വാഭാവികമായ ഒഴുക്കിനെ രൂപാന്തരപ്പെടുത്തുന്നവയാണ്. അത് കാരണം മീൻ വർഗ്ഗങ്ങളുടെ മൈഗ്രേഷൻസ് ഒക്കെ താറുമാറാകും. താഴ്ന്ന പ്രദേശങ്ങളിലെ ആവാസ വ്യവസ്ഥകൾക്ക് ആവശ്യമായ സെഡിമെന്റ്സ് എല്ലാം താഴോട്ട് വരാൻ പറ്റാതെ ഡാമുകളിൽ കുടുങ്ങിപ്പോകുന്നു. ഇനി കൃഷിയും ജലസ്രോതസ്സുകളെ മറ്റൊരു രീതിയിൽ ബാധിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ നിന്നുമുള്ള വളങ്ങളും രാസവസ്തുക്കളും മഴയിലൂടെ നദികളിലേക്കും തീരദേശ ജലത്തിലേക്കും ഒഴുകിയെത്തും. ഇത് കാരണം ചില നദികളിലെയും സമുദ്രങ്ങളിലെയും ആവാസ വ്യവസ്ഥകൾ വാസയോഗ്യമല്ലാത്ത രീതിയിൽ വളരെ ടോക്സിക് ആയി മാറും. ചുരുക്കി പറഞ്ഞാൽ പല വിധത്തിലും മനുഷ്യന്റെ സ്വാധീനം സമുദ്രങ്ങളിൽ മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. മനുഷ്യൻ ഒരിക്കലും ഉടലെടുത്തില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. സകല ജലസ്രോതസ്സുകളും കൂടുതൽ ജീവജാലങ്ങൾ കൊണ്ട് സമ്പന്നമാകുമായിരുന്നു. ഒരുപാട് പുതിയ ജീവിവർഗങ്ങൾ സകല സമുദ്രങ്ങളിലും നദികളിലും പ്രത്യക്ഷപ്പെട്ടേനെ. ചിലപ്പോൾ നീലത്തിമിംഗലത്തിനേക്കാൾ വലിയ വർഗങ്ങൾ പരിണമിക്കുമായിരുന്നു. സമുദ്രജീവികൾക്ക് നോയിസ് പൊല്യൂഷൻ ഒന്നുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. നദികളും തടാകങ്ങളുമെല്ലാം മാലിന്യങ്ങളൊന്നുമില്ലാതെ വളരെ ശുദ്ധമായിരുന്നേനെ. വമ്പൻ ഡാംസ് ഇല്ലാത്തതിനാൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും സെഡിമെന്റ്സ് ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിലും എത്തും. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളും കൂടുതൽ സമ്പുഷ്ടമായി തഴച്ചു വളരും. തടസ്സപ്പെടുത്താൻ ഒന്നുമില്ലാത്തതിനാൽ മീൻ വർഗ്ഗങ്ങൾക്ക് അനായാസമായി മൈഗ്രേറ്റ് ചെയ്യാനുമാകും. മാലിന്യങ്ങളൊന്നുമില്ലാതെ സമുദ്രങ്ങളും എല്ലാം ശുദ്ധമാകും. കൂടുതൽ ജീവിവർഗ്ഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ സമുദ്രങ്ങൾ കാണാൻ ഒരുപാട് മനോഹരമായിരിക്കും. പണ്ട് അന്തരീക്ഷത്തിലുള്ള നമ്മുടെ സ്വാധീനം തീരെ ചെറുതായിരുന്നു. എന്നാൽ ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് മുതൽ അത് നാടകീയമായ രീതിയിൽ മാറാൻ തുടങ്ങി. നമ്മുടെ നാഗരികതയെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തിയ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് അതിന്റെ കാരണം. എന്തെന്നാൽ അതോടെ കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ പ്രത്യക്ഷപ്പെട്ടു. സ്റ്റീം എഞ്ചിൻസ് ലോകമെമ്പാടും വ്യാപിച്ചു. പിന്നീട് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, വാഹനങ്ങൾ, വിമാനങ്ങൾ, വൈദ്യുത നിലയങ്ങൾ, ആധുനിക വ്യവസായം എന്നിവയെല്ലാം സർവ്വസാധാരണമായി മാറി. അങ്ങനെ മനുഷ്യരാശിക്ക് പെട്ടെന്ന് വലിയ അളവിൽ ഊർജം ലഭിക്കാനും ഉപയോഗിക്കാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അതോടെ നമ്മുടെ ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കുത്തനെ ഉയർന്നു. പക്ഷേ ഫോസിൽ ഫ്യൂൽസ് ഉപയോഗിക്കുമ്പോൾ ഗ്രീൻ ഹൗസ് വാതകമായ കാർബൺ ഡയോക്സൈഡ് വൻതോതിലാണ് അന്തരീക്ഷത്തിലെത്തുന്നത്. ഫോസിൽ ഫ്യൂൽസ് മാത്രമല്ല പ്രശ്നം. കന്നുകാലികളെ വളർത്തുന്നത് കാരണം മറ്റൊരു ഗ്രീൻ ഹൗസ് വാതകമായ മീഥെയ്ൻ അന്തരീക്ഷത്തിലെത്തുന്നുണ്ട്. റിഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും പിന്നെ മറ്റു തരത്തിലുള്ള കൂളിംഗ് സംവിധാനങ്ങളും എഫ് ഗ്യാസസ് എന്ന മറ്റൊരു വിഭാഗം ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പുറത്തുവിടും. ഈ പറഞ്ഞ എല്ലാ സ്രോതസ്സുകളും കൂടെ ആകുമ്പോൾ 5000 കോടി ടൺസിലേറെ ഗ്രീൻ ഹൗസ് വാതകങ്ങളാണ് ഇപ്പോൾ ഓരോ വർഷവും മനുഷ്യൻ കാരണം അന്തരീക്ഷത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ചൂട് തങ്ങി നിർത്താൻ സഹായിക്കുന്നവയാണ്. അനന്തരഫലമായി ഭൂമിയിലെ കാലാവസ്ഥകളൊക്കെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു. ശരാശരി ആഗോള താപനില ക്രമാതീതമായിട്ട് ഉയർന്നു. മഞ്ഞുപാളികളൊക്കെ ഉരുകാൻ തുടങ്ങി. ഋതുകാലങ്ങളുടെ ക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാൻ പല ആവാസ വ്യവസ്ഥകളും പാടുപെടുകയാണ്. കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്ന മരങ്ങളെ ഇല്ലാതാക്കുന്ന വനനശീകരണം ആഗോള താപനം എന്ന പ്രശ്നത്തിനെ കൂടുതൽ ഗുരുതരമാക്കും. ഈ പറഞ്ഞത് ഗ്രീൻ ഹൗസ് വാതകങ്ങളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇതിനു പുറമെ മറ്റ് പലതരത്തിലുമുള്ള വിഷവാതകങ്ങളും മനുഷ്യൻ പല വിധത്തിലും അന്തരീക്ഷത്തിലെത്തിക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇന്നത്തെ അന്തരീക്ഷം മനുഷ്യ നാഗരികതയുടെ കയ്യൊപ്പ് വഹിക്കുന്ന ഒന്നാണ്.
മനുഷ്യൻ രൂപം കൊണ്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കില്ല. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇല്ല, ഫോസിൽ ഫ്യൂൽസ് ഇല്ല, എയർ പൊല്യൂഷനുമില്ല. അന്തരീക്ഷം മുഴുവൻ ശുദ്ധവായു മാത്രം. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും തീവ്രമായ കാലാവസ്ഥകളും മഞ്ഞുരുകുന്നതും കാട്ടുതീകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അങ്ങനെയെല്ലാം അപ്പോഴും സംഭവിക്കും. പക്ഷെ ഇതൊക്കെ പ്രകൃതിയുടെ പദ്ധതി കാരണം സ്വാഭാവികമായ രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തിൽ കൂടുതൽ മഞ്ഞുപാളികൾ ഉണ്ടാകുമായിരുന്നു. ആവാസ വ്യവസ്ഥകളിലും മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ അത് ജീവജാലങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന വേഗത്തിൽ മാത്രമായിരിക്കും. ആകാശത്ത് വിമാനങ്ങളൊന്നും കാണില്ല, പകരം മുഴുവൻ പറവകൾ മാത്രമായിരിക്കും. പിന്നെ മേഘങ്ങളും, പിന്നെ സൂര്യനും, പിന്നെ ചിലപ്പോഴൊക്കെ ചന്ദ്രനും. എനിവേ, രാത്രി ആകാശം കൂടുതൽ തെളിഞ്ഞതായിരിക്കും. ഇന്ന് ലൈറ്റ് പൊല്യൂഷൻ കാരണം രാത്രി ആകാശത്തിൽ വളരെ കുറച്ച് നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ മനുഷ്യനില്ലെങ്കിൽ ലൈറ്റ് പൊല്യൂഷനുമില്ല. അതിനാൽ രാത്രി ആകാശം മുഴുവൻ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് നിറയും. ഈ ആകാശം കാണാൻ അതിമനോഹരമായിരിക്കും. അന്തരീക്ഷത്തിൽ മനുഷ്യൻ കാരണമുണ്ടാകുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് നോയിസ് പൊല്യൂഷൻ. സമുദ്രത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് പോലെ അന്തരീക്ഷത്തിലും പല രീതിയിലും നമ്മൾ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പക്ഷികളെയാണ്. പല പക്ഷികൾക്കും വേട്ടയാടാൻ വളരെ നിശബ്ദമായ അന്തരീക്ഷം വേണം. എന്നാൽ നോയിസ് പൊല്യൂഷൻ അത് വലിയൊരു വെല്ലുവിളിയാക്കി മാറ്റും. ചില പക്ഷികൾ നിലത്തിന് സമീപമാണ് കൂട് കൂട്ടുന്നത്. പക്ഷേ നോയിസ് പൊല്യൂഷൻ കാരണം ഇവയ്ക്ക് പലപ്പോഴും സമീപത്ത് വരുന്ന പ്രഡറ്റേഴ്സിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ചില പക്ഷികൾ ലോ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ നോയിസ് പൊല്യൂഷനിൽ പ്രധാനമായിട്ടുണ്ടാകുന്നതും ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളാണ്. അതിനാൽ ഇവയ്ക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെയാകും. ശബ്ദമലിനീകരണം കാരണം പല പക്ഷിവർഗങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പോകാറുണ്ട്. അവയ്ക്ക് മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ ചിലപ്പോൾ അതിജീവിക്കാൻ പോലും പറ്റില്ല. പ്രകാശത്തിനേക്കാൾ കൂടുതൽ ശബ്ദത്തിനെ ആശ്രയിക്കുന്ന വവ്വാലുകളുടെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷികൾക്ക് പുറമെ മറ്റ് ജീവികളെയും ഇത് സമാനമായ രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട്. എന്നാൽ മനുഷ്യനില്ലായിരുന്നെങ്കിൽ നോയിസ് പൊല്യൂഷനും ഉണ്ടാകില്ല. അപ്പോൾ പക്ഷികളും മറ്റ് ജീവികളുമൊക്കെ സമാധാനത്തോടെ ജീവിച്ചേനെ. ഇന്ന് വാഹനങ്ങളുടെയും ലൗഡ് സ്പീക്കേഴ്സിന്റെയും മെഷീൻസിന്റെയും ഒക്കെ ശബ്ദങ്ങൾ കൊണ്ട് മലിനമാകുന്നതിന് പകരം ലോകം മുഴുവൻ പക്ഷികളുടെയും മൃഗങ്ങളുടെയും നദികളുടെയും ഒക്കെ ശബ്ദം കൊണ്ട് നിറയുമായിരുന്നു. ഭൂമിയുടെ ചരിത്രത്തിൽ നിന്നും മനുഷ്യൻ അപ്രത്യക്ഷമായാൽ സകല ജീവിവർഗങ്ങളുടെയും ചരിത്രം വലിയ രീതിയിൽ മാറും. ഭൂമിയുടെ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ജീവിവർഗങ്ങൾക്ക് വംശനാശം സംഭവിക്കാറുണ്ട്. അവയുടെ സ്ഥാനത്തിൽ പുതിയ വർഗങ്ങൾ പരിണമിക്കുകയും ചെയ്യും. അത് പരിണാമത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. എന്നാൽ മനുഷ്യരാശി പ്രത്യക്ഷപ്പെട്ടതോടെ ഈ വംശനാശങ്ങളുടെ ഗതി ആകെ മാറിമറിഞ്ഞു. സ്വാഭാവികതയെല്ലാം അസ്വാഭാവികതയായി മാറി. മനുഷ്യ ചരിത്രം നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. മനുഷ്യൻ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയുണ്ടായിരുന്ന പല ജീവിവർഗങ്ങൾക്കും അധികം വൈകാതെ തന്നെ വംശനാശവും സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ മനുഷ്യൻ മാത്രമാണ് കാരണമെന്നല്ല. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഒട്ടുമിക്ക കേസുകളിലും മനുഷ്യനാണ് ഇവയെ വംശനാശത്തിലെത്തിച്ച ഏറ്റവും പ്രധാന ഘടകം. ഒരുപക്ഷെ അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം മാമത്തുകളായിരിക്കും. തീവ്രമായ ആർട്ടിക് പ്രദേശങ്ങളിൽ ഇവ പല ദശലക്ഷക്കണക്കിന് വർഷക്കാലം അതിജീവിച്ചു. ഐസേജിന്റെ കഠിനമായ ഘട്ടങ്ങളെ പോലും ഇവ തരണം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഇവ പലതവണ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവയുടെ ആവാസ വ്യവസ്ഥകളിൽ മനുഷ്യൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ മാമത്തുകൾ പതിയെ പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും മാമത്തുകൾ അതിജീവിക്കുമായിരുന്നു. ഇതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഡോഡോ പക്ഷികൾ. യാതൊരു പ്രശ്നവുമില്ലാതെ മൗരീഷ്യസ് ദ്വീപിൽ ജീവിച്ചിരുന്ന ഈ പക്ഷികൾക്ക് വംശനാശം സംഭവിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് മാത്രമാണ്. മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഇവയ്ക്കും വംശനാശം സംഭവിക്കില്ല. ഇതുപോലെ പ്രശസ്തമായ മറ്റൊരു ഉദാഹരണമാണ് ടാസ്മാനിയൻ ടൈഗർ. മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഇവയും ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു. ഈ പറഞ്ഞതൊക്കെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതുപോലെ ഒത്തിരിയേറെ ജീവിവർഗങ്ങൾക്ക് മനുഷ്യൻ കാരണം വംശനാശം സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് 10,000 മുതൽ 1,00,000 ജീവിവർഗങ്ങൾക്കാണ് ഓരോ വർഷവും മനുഷ്യൻ കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനില്ലാത്ത ഭൂമിയിൽ ഈ ജീവികളെല്ലാം തന്നെ ഇപ്പോഴും കാണുമായിരുന്നു. അപ്പോൾ അനിമൽ കിങ്ഡം കൂടുതൽ വൈവിധ്യമായേനെ. അതിജീവിക്കുമെന്നതിലുപരി പല ജീവികളും ഇന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ പരിണമിച്ചേനെ. ഒരുപക്ഷെ പുതിയ ജീവിവർഗങ്ങൾ പോലും ഉണ്ടാകുമായിരുന്നു. പക്ഷേ മനുഷ്യനില്ലാത്ത ഭൂമിയിൽ ഒരുപാട് ജീവികൾ അതിജീവിക്കുമായിരുന്നെങ്കിലും അതേസമയം തന്നെ ചില ജീവിവർഗങ്ങൾക്ക് വംശനാശവും സംഭവിക്കുമായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് നായകൾ. ഇന്ന് 400ഓളം നായവർഗങ്ങളുണ്ട്.
മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ നായവർഗ്ഗങ്ങൾ അതിജീവിക്കില്ല എന്നതിലുപരി യഥാർത്ഥത്തിൽ ഈ നായവർഗ്ഗങ്ങളൊന്നും തന്നെ ഉണ്ടാവുക പോലുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നായകളുടെ കാര്യം മാത്രമല്ല, വളർത്തുമൃഗങ്ങളിൽ ഒന്നും മനുഷ്യനില്ലാതെ രൂപം കൊള്ളില്ലായിരുന്നു. ഈ മൃഗങ്ങളുടെയൊക്കെ പൂർവികർ ഒന്നുകിൽ വംശനാശം സംഭവിച്ച് അപ്രത്യക്ഷമായേനെ, അല്ലെങ്കിൽ പരിണമിച്ച് പുതിയ വർഗം വൈൽഡ് അനിമൽസ് ആയി മാറിയേനെ. അപ്പോൾ ഇങ്ങനൊരു ഭൂമി ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഭൂപ്രകൃതികളും ജീവിവർഗങ്ങളും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ രൂപാന്തരപ്പെട്ടേനെ. ശരിക്കും ഏതോ ഒരു അന്യഗ്രഹത്തിൽ നിൽക്കുന്നത് പോലെ തോന്നും.